Today let's talk about aftermarket wheels. Since I have started a dedicated Instagram page for aftermarket alloy wheels, I am getting so many queries. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് വന്ന കുറച്ച് queries ആൻസർ ചെയ്യാനാണ് ഈ വീഡിയോ. ആഫ്റ്റർ മാർക്കറ്റ് വീൽസിന് വാറണ്ടി കിട്ടുമോ ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ മിത്ത്? ദ ട്രൂത്ത് ഇസ് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ്. പല ബ്രാൻഡ്സിനും കൃത്യമായ ക്ലോസ് ഉണ്ട് വാറണ്ടി. സ്ട്രക്ചറൽ ഡാമേജ് അല്ലെങ്കിൽ പെയിൻ ഡിസ്ട്രോഷൻ, ആക്സിഡൻ്റൽ ഡാമേജസിന് കിട്ടൂല. സോ കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് വീലിൻ്റെ മാനുഫാക്ചറിങ് ടെക്നിക് അല്ലെങ്കിൽ മെറ്റീരിയൽ. കാസ്റ്റ് വീൽസ് ഉണ്ട്, ഫ്ലോ ഫോം ഉണ്ട്, ഫോഴ്സ്ഡ് വീൽസ് ഉണ്ട്. നിങ്ങൾ ബ്രാൻഡഡ് വീൽസ് ആണ് സേഫ്. റെഫ് വീൽസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വരുന്നതൊന്നും അത്ര സ്ട്രോങ് അല്ല എന്ന് ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ട് റിപ്ലിക്ക വീൽസ് ആർ റിയലി ഗുഡ്. വീലിൻ്റെ വെയ്റ്റ്, മാനുഫാക്ചറിങ് ടെക്നിക്ക് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് റെഫ് വീൽസ് ധൈര്യമായിട്ട് എടുക്കാം. പിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വീലിൻ്റെ ഓഫ്സെറ്റ്. നിങ്ങൾ ET45 എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വീടിന് അത്ര ജൈവിട്ടുണ്ടാവില്ല, പക്ഷേ വണ്ടിയുടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ. പക്ഷേ അത് മൈനസ് ഓഫ്സെറ്റ് ഉള്ള വീൽ ആയതുകൊണ്ടാണ് വീലിന് അത്ര വിട്ടില്ലേലും പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വീലിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് മൗണ്ടിങ് സർഫസ് ഉള്ളിലോട്ടാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ ഇവിടെ നിന്നാണെങ്കിൽ ഇറ്റ് ഹാസ് എ മൈനസ് ഓഫ്സെറ്റ്. അങ്ങനെ ആകുമ്പോൾ വീല് പുറത്തോട്ട് വണ്ടിയുടെ പ്രൊട്യൂഡ് ചെയ്ത് നിൽക്കും. ജെ വിഡ്ത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെ വിഡ്ത്ത് ഇസ് ദ വിഡ്ത്ത് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ആൻഡ് ഈ കാണുന്നത് ആണ് ജെ ഷേപ്പിലായി ഫ്ലാഞ്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ജെ. സോ ആസ് യു നോ, ഐ ഹാവ് സ്റ്റാർട്ടഡ് എ ഡെഡിക്കേറ്റഡ് പേജ് ഫോർ ആഫ്റ്റർ മാർക്കറ്റ് വീൽസ്. It's called The Rim Room. So go check it out and you can ask your queries there.